പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വെട്ടിലാക്കിയ പരാമർശങ്ങളിൽ NN കൃഷ്ണദാസിനെതിരെ CPM നടപടി. കൃഷ്ണദാസിനെ താക്കീത് ചെയ്യാൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം പരസ്യമാക്കി. പൊതുവായി ചർച്ച ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നതാണ് പാർട്ടി നിലപാട്. അത്തരത്തിലുള്ള നിലപാടാണ് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ സഖാവ് NN കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായിട്ട് പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നത് ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. അത്തരമൊരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം, പ്രത്യേകിച്ച് ഇടതുപക്ഷം പെട്ടി പരാമർശവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക, അതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോടും NN കൃഷ്ണദാസ് നടത്തിയ പരാമർശങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നു, അങ്ങനെ കരുതാമോ? അതുതന്നെയാണ് അപർണ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന്റെ നേതൃത്വം എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി തന്നെ നിലപാടെടുത്തയാളാണ് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്. രണ്ട് സംഭവങ്ങളാണ് പാർട്ടിയെ വെട്ടിലാക്കാൻ NN കൃഷ്ണദാസ് അവിടെ ഉപയോഗിച്ചത്. അതൊന്ന്, കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ പെട്ടിയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം വലിയ രീതിയിൽ CPM ഉന്നയിക്കുമ്പോൾ പെട്ടിയെ ഒന്നുമല്ല ഇവിടെ ചർച്ചയാക്കേണ്ടത്, പെട്ടിയുടെ നിറം നോക്കുകയല്ല വേണ്ടത്, മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM നിലപാടിനെ പൂർണ്ണമായി തള്ളി NN കൃഷ്ണദാസ് രംഗത്ത് വന്നിരുന്നു. വലിയ വിമർശനങ്ങൾ ആ വിഷയത്തിൽ NN കൃഷ്ണദാസിന് അന്ന് തന്നെ എതിരെ ഉണ്ടായിരുന്നു. CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും വലിയ വിമർശനം കൃഷ്ണദാസിനെതിരെ ഉയർന്നിരുന്നു. CPM നിലപാടിനെ മറികടന്നുകൊണ്ട് NN കൃഷ്ണദാസ് എന്തിനെങ്ങനെ പ്രവർത്തിച്ച ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, മാധ്യമങ്ങളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് NN കൃഷ്ണദാസ് നടത്തിയ പട്ടിപ്പരാമർശമാണ്. ഈ രണ്ട് പരാമർശങ്ങളിലാണ് ഇപ്പോൾ NN കൃഷ്ണദാസിനെതിരെ നടപടിക്ക് CPM തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ നേതൃത്വം കടുത്ത നിലപാടെടുത്തു. NN കൃഷ്ണദാസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം മുന്നോട്ട് വച്ചു. സംസ്ഥാന നേതൃത്വം അതിനോട് അനുകൂലിച്ചു. അങ്ങനെയാണ് NN കൃഷ്ണദാസിനെ താക്കീത് ചെയ്യാൻ CPM തീരുമാനിച്ചത്. CPM-ന്റെ അച്ചടക്ക നടപടികളുടെ ഗൗരവം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നടപടിയാണ്, ഏറ്റവും കുറഞ്ഞ നടപടിയാണ് താക്കീത്. അത് സാധാരണഗതിയിൽ അത്ര താക്കീത് സംഘടനയ്ക്കുള്ളിൽ മാത്രം ഒതുക്കേണ്ടതാണ്. പക്ഷേ കൃഷ്ണദാസ് ചെയ്ത ഈ തെറ്റിൻ്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്താണ് CPM സംസ്ഥാന സെക്രട്ടറി അത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയത്. താക്കീതും ശാസ്ത്രീയം പരസ്യശാസ്ത്രീയം തരം താഴ്ത്തൽ പോലുള്ള നടപടികളാണ് CPM-നുള്ളത്. ഏറ്റവും ഗൗരവം കുറഞ്ഞ നടപടിയാണ് താക്കീത്. പക്ഷേ ആ താക്കീത് പരസ്യമായി പറയാൻ, പരസ്യ താക്കീതെന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കാൻ, പാർട്ടി പ്രവർത്തകരെ അറിയിക്കാൻ CPM തയ്യാറായി എന്നതാണ് കൃഷ്ണദാസ് ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അത്രത്തോളം CPM കാണുന്നു എന്നതിന് തെളിവായി നമുക്ക് പറയാൻ കഴിയുന്നത്. കൃഷ്ണദാസ് CPM-ന്റെ മുതിർന്ന സംസ്ഥാന സമിതി അംഗമാണ്. ആ നേതാവ് പാർട്ടിയിൽ ഭിന്നത ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചു. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരം നടപടിയിലേക്ക് കടന്നത്. VV അരുൺ വിവരങ്ങൾ.